ആ 2006 വന്ന ആ ഒരു സെയിം മെയിനായിട്ട് ആ ഒരു കാര്യമാണ് എന്നോട് എല്ലാവരും ചോദിച്ചത്. അതായത് പില്ലിയണ് കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ സർവീസ് അല്ല കിട്ടിയത്, ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പ്രോബ്ലം ആയിരുന്നു. അതായത് ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും പൾസറിൽ കൊടുത്തിട്ടില്ല. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടർബോ 4. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൾസർ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസമായി. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് പേരോട് കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. പഴയ പൾസറിൽ നിന്നും പുതിയ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആവറേജും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യാമെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ പോയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചത്. അപ്പം എല്ലാത്തിനും ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു യൂസർ റിവ്യൂവിൻ്റെ വീഡിയോ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഫസ്റ്റ് സർവീസ് കാര്യങ്ങൾ കഴിഞ്ഞു, ആവറേജിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ തുടക്കം തൊട്ടൊരു പൾസർ ഫാനായിരുന്നു. അപ്പം കൊച്ചിൽ തൊട്ടേ ഈ പൾസറിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ കണ്ട ആ ഒരു ഡെഫിനറ്റ്ലി മെയിൽ ടാഗ്ലൈനും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്ത് ഞാൻ റിവ്യൂ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തും പറഞ്ഞായിരുന്നു. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, പുതിയ മോട്ടോർ സൈക്കിളും കാര്യങ്ങളും വരുന്നുണ്ട്, എന്തുകൊണ്ട് ഈ പഴയ പൾസർ തന്നെ എടുത്തു. അതായത് ആ 2006 വന്ന ആ ഒരു സെയിം ഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ ആ പൾസറിൽ കൊടുത്തിട്ടുള്ളത്. ലൈറ്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ ചേഞ്ച് ആയിട്ടില്ല, പഴയ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം എന്തുകൊണ്ട് പൾസർ എന്നുള്ള കാര്യത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ, അതിനോടുള്ളൊരു ഇഷ്ടമാണ്. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് പൾസർ തന്നെ എടുത്തത്. പിന്നെ 180 അവൈലബിൾ അല്ല, ഇപ്പം 150 മാത്രമേ ഉള്ളൂ. അതിൽ 2 വേരിയൻസും കാര്യങ്ങളും വരുന്നുണ്ട്, എല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി ഞാനിപ്പം ഏകദേശം 5 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഞാൻ നേരെ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. സോ ഗൈസ്, തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. എടുത്തിട്ട് ഏകദേശം 5 മാസമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇതിലിപ്പം ചെയ്തിട്ടില്ല. ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് തന്നെയാണ്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ ഞാൻ മാറ്റിയിട്ടുള്ള കാര്യം, ആ ഒരു മിറർ മാറ്റിയിട്ടുണ്ട്. കാരണം എന്തോ കൊച്ചിലോട്ട് പൾസർ ഈ ഒരു ഷേപ്പിൽ കണ്ടാൽ ആ ഒരു മിറർ ഇല്ലാത്ത ഒരു ലുക്ക് പൾസറിനൊരു ഭയങ്കര ഒരു അഗ്രസീവ് ലുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അതായത് മിറർ വെച്ച് തന്നെ വേണം വണ്ടി ഓടിക്കാൻ. ഞാനിപ്പോൾ സിറ്റിയിലും ലോക്കൽ യൂസും കാര്യങ്ങളും ആയതുകൊണ്ട് മാത്രം ഞാൻ ആ മിറർ ഇപ്പോൾ റിമൂവ് ചെയ്ത്, അതായത് ഞാൻ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ആ മിറർ എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ വണ്ടി എടുക്കാറുള്ളൂ. അപ്പം ഇപ്പോൾ സിറ്റി യൂസ് മാത്രമായതുകൊണ്ട് തന്നെ ഞാൻ ആ മിറർ വെച്ചിട്ടില്ല. ജസ്റ്റ് കാണാൻ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം വണ്ടി ഇപ്പോഴും സ്റ്റിൽ സ്റ്റോക്കിൽ തന്നെയാണ്. മെയിനായിട്ടും ഈ ഒരു വണ്ടിയുടെ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ആവറേജാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തായിരുന്നു മീറ്ററും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ ഒരു റിയൽ ടൈം മൈലേജും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. കുറേ പേര് ആ ഒരു പഴയ മീറ്ററിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. സ്റ്റിൽ ഞാനും അത് തന്നെയാണ് മിസ് ചെയ്യുന്നത്. കാരണം ആ ഒരു പഴയ RPM മീറ്റർ ഇങ്ങനെ കയറി വരുന്ന ആ ഒരു ഫീല് പൾസറിൽ തന്നിരുന്ന ഒരു നൊസ്റ്റാൾജിക് സാധനം തന്നെയായിരുന്നു. ആ സാധനം എടുത്ത് മാറ്റിയതിനോട് ഞാൻ കുറച്ച് ഇതുണ്ട്. പക്ഷേ ഒരു കാര്യമായ ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും പൾസറിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മീറ്ററാണ് അവർ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. സ്റ്റിൽ ആ ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് സെറ്റപ്പും നോർമൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അതിൽ കൊടുത്തുള്ളത്. അതൊക്കെ മാറ്റായിരുന്നു. ആ ഒരു മീറ്ററായിരുന്നു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് അതിലേക്ക് വരാം. മുകളിലെ ടൈമും കാര്യങ്ങളും അത് ജസ്റ്റ് മാറിക്കിടക്കുവാണ്, ഞാൻ അതും അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. നമുക്ക് റിയൽ ടൈം ഓടിക്കൊണ്ടിരുന്നപ്പോഴുള്ള മൈലേജാണ് ഈ ഒരു പോർഷനിൽ ഷോ ആവുന്നത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു MT കാണാം. ഇപ്പോൾ ഏകദേശം 1366 കിലോമീറ്ററാണ് ഈ വണ്ടി ടോട്ടൽ ഓടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ സർവീസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ 1000-ലായിരുന്നു ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. 1000 അല്ലെങ്കിൽ 1 മാസത്തിലാണ് ഫസ്റ്റ് സർവീസ് വന്നത്. ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ സർവീസ് അല്ല കിട്ടിയത്, നമുക്ക് പെയ്ഡ് സർവീസ് ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഏകദേശം 700 രൂപയാണ് എനിക്ക് ആ ഒരു ഫസ്റ്റ് സർവീസിന് എനിക്ക് ആയ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ ഈ ഒരു മൈലേജിൻ്റെക്ക് വരാം. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇപ്പം ഏകദേശം 1.8 കിലോമീറ്ററാണ് ഓടി വന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിത് 0 ആക്കിയായിരുന്നു, അതായത് ആവറേജ് ക്ലിയർ ചെയ്തായിരുന്നു. എനിക്കിതിൽ റിയൽ ടൈം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത്, ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 45-നും 55-നും ഇടയിലായിട്ടാണ്. സിറ്റി യൂസിൽ എങ്ങനെയൊക്കെ ഓടിച്ചാലും, അതായത് ഞാൻ നേരത്തെ വണ്ടി എടുത്ത ഒരു ഫസ്റ്റ് സർവീസിന് മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ തീരെ റഫായിട്ട് ഓടിച്ചിട്ടില്ല. ഏകദേശം ഒരു 60 വരെ മാക്സിമം, അതിനപ്പുറം ഞാൻ ഓടിച്ചിട്ടില്ല. RPM ആയാലും ഞാൻ പ്രോപ്പർ ഒരു 2000 RPM ആകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ഒന്ന് ഓപ്പൺ ആക്കി, ത്രോട്ടിൽ ഇച്ചിരി ഒന്ന് ഓപ്പൺ ആക്കി ഓടിക്കാൻ തുടങ്ങി. അതായത് പൾസർ നമുക്കറിയാം, കുറച്ചൊന്ന് ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് നല്ല ഫീലാണ് പൾസറിന് കിട്ടുന്നത്. ആ ഒരു ഇനിഷ്യൽ പിക്കപ്പും കാര്യങ്ങളും ഫീൽ ചെയ്യണമെങ്കിൽ ആ ഒരു കുറച്ച് RPM കൂട്ടി തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു വേരിയേഷൻ ഫീൽ ചെയ്തു. അതായത് ഏകദേശം 43 വരെയൊക്കെ കുറയുന്നതായിട്ട് തോന്നി. 42-43 ആവറേജ് കുറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ നമ്മളൊരു നോർമൽ രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ സിറ്റി യൂസിൽ എങ്ങനെ പോലും ഒരു 46, 47, 48 ആ ഒരു റേഞ്ചിൽ നമുക്ക് സിറ്റി യൂസ് കിട്ടും. അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ പോകുമ്പം നമുക്ക് ഏകദേശം 55-ന് അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. 55, 56 നമുക്ക് മൈലേജ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ കാണിക്കുന്ന റീഡിംഗ് അല്ല, ഞാൻ ഓടിച്ച് നോക്കിയിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ആവറേജ് എന്ന് പറയുന്നത് 45-55-നും ഇടയിലായിട്ടാണ്
അത് ഫിക്സ് ആയിട്ടല്ല, നമ്മൾ സിറ്റി യൂസിൽ ഇതും ഹൈവേയിൽ അങ്ങനെയുമാണ് ഇതിൽ കിട്ടുന്നത്. മെയിനായിട്ട് ആ ഒരു കാര്യമാണ് എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് കമൻറ്റുകൾ എനിക്ക് മൈലേജിനെ കുറിച്ചായിരുന്നു കൂടുതലും വന്നിട്ടുള്ളത്. ഞാൻ അതിനെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. പിന്നെ ഈ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറഞ്ഞൊരു 3 ലിറ്റർ എപ്പോഴും പെട്രോൾ കാണണം. കാരണം കാർബറേറ്ററോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ വരുന്നില്ല. ഇതൊരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. അപ്പോൾ ആ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ സാധനങ്ങളൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോറൂമിൽ നിന്ന് എടുത്തപ്പോഴും അവരെന്നോട് പറഞ്ഞു മിനിമം ഒരു 3 ലിറ്റർ എപ്പോഴും ഇതിനകത്ത് കാണണമെന്ന്. ബട്ട് സ്റ്റിൽ ഞാനിതെപ്പോഴും ഫുൾ ടാങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഒരു ഹാഫ് ടാങ്കിനൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ ഞാനത് റീഫിൽ ചെയ്യും, പിന്നെ അത് ഫുള്ളാക്കി ഇടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. ഞാൻ ഇതിൻ്റെ ഒരു നേരത്തെ പഴയ ഒരു യൂസർ റിവ്യൂ കണ്ടപ്പോൾ അതിനകത്തും ആ ഒരാൾ പറയുന്ന ആ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ പ്രോബ്ലം ആയിരുന്നു. അതായത് ഫ്യൂവൽ ഒരു ലിമിറ്റ് കൂടുതൽ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ സാധനം അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും കുറഞ്ഞൊരു 3 ലിറ്ററെങ്കിലും ഇതിനകത്ത് റിസർവ് ചെയ്ത് ഇടുക. മെയിനായിട്ട് ആ ഒരു കാര്യമാണ്. പിന്നെ ഒരു മീറ്റർ കൺസോളിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് വരുന്ന മീറ്റർ കൺസോളും കാര്യങ്ങളുമാണ്. നമ്മൾ വെയിലത്തൊക്കെ ഓടിക്കുമ്പോഴായാലും നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനുള്ളൊരു ചെറിയ ലാമിനേഷൻ ടൈപ്പ് ഒരു സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ കാര്യങ്ങളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഹൈ ബീമും ലോ ബീമും എല്ലാം നമുക്ക് കാണാം. പിന്നെ ഒരു മോഡ് സ്വിച്ച് വെച്ചാണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഫുള്ള് കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച്, സ്റ്റാർട്ട് സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ക്ലിക്ക് സ്വിച്ച് തന്നെയാണ് വരുന്നത്. പഴയ പോലത്തെ സ്വിച്ച് അല്ല. അതായത് കറക്റ്റ് നമുക്കൊരു ക്ലിക്ക് എഫക്റ്റ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ഒരു ക്ലിക്കിൻ്റെ എഫക്റ്റിലാണ് സ്വിച്ചുകളെല്ലാം ഇപ്പോൾ വരുന്നത്. പിന്നെ ഈ ഒരു ഹയബൂസയുടെ ഒരു സ്റ്റിക്കർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് കൊച്ചിലോട്ട് ഞാൻ കാണുന്ന പൾസറിനെല്ലാം ഈ ഒരു സാധനമുണ്ട്. അപ്പം പണ്ട് തൊട്ടേ ആ ഒരു മൈൻഡിൽ അതുള്ളതുകൊണ്ടായിരിക്കും ഞാൻ എടുത്തപ്പോൾ എനിക്കും അത് ചെയ്യണമെന്ന് തോന്നി. സംഭവം ഇപ്പോൾ ഔട്ട് ഓഫ് ഡേറ്റഡ് ആണ്, പക്ഷേ എന്നാലും ഞാനത് ചെയ്തു. പിന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള നോട്ട് ഓൾ ജസ്റ്റ് ക്ലാസിക് എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റിക്കറിങ് ടൈപ്പ് ഞാൻ ഈ ഒരു ടാങ്കിന് മുകളിലും ചെയ്തിട്ടുണ്ട്. 125 വന്നപ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് 125 ആണ്. സിംഗിൾ സീറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു 150 വരുമ്പോൾ കുറച്ചുകൂടെ സ്പ്ലിറ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലീസിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് പില്ലിയണ് കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പില്ലിയൻ അത്ര സുഖമില്ലാത്തൊരു ഇതാണ് നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ. സിറ്റി യൂസിലൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ്. അതായത് ജസ്റ്റ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സൈഡിൽ ഒരു പഴയ 180 ഇരിപ്പുണ്ട്. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലായിരുന്നു ആ ഒരു പഴയ 180 എന്ന് പറയുന്നത്. സ്റ്റിൽ 150 ആ ഒരു പഴയ 180 ഷേപ്പ് കിട്ടുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഷേപ്പാണിത്. ഈ ഒരു സ്പ്ലിറ്റ് സീറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ 125 വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വൈഡായിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു 150 20 സ്കിൽ വരുന്നത്. അത്യാവശ്യം നല്ല ലുക്കാണ് ഈ ഒരു വണ്ടി. സ്റ്റിൽ ഈ ഒരു 2025 നോക്കിയാലും ഒരു റീഫ്രഷ് ആയിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി കിട്ടുന്നത്. അത് പൾസറിനോട് ഇഷ്ടമുള്ളവർക്ക് അത് നന്നായി മനസ്സിലാവും. അവിടെ നിന്ന് തന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഹെഡ് ലാമ്പിൻ്റെ ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, അതിൻ്റെ ലൈറ്റിൻ്റെ കാര്യം. അതായത് രാത്രി എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. രാത്രി നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ വെട്ടം കുറവാണ് ഈ ഒരു ലൈറ്റിന്. ഹൈ ബീം ലോ ബീം ഇടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് അറിയാനുണ്ട്. ഹൈ ബീം ഇട്ടാലും ലോ ബീം ഇട്ടാലും എനിക്ക് ഏകദേശം ഒരുപോലെ ഉള്ളൂ. കാരണം അതിന് തീരെ വെട്ടം ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു കാര്യം എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളൊരു കാര്യം. മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. പൈലറ്റ് ലാമ്പൊക്കെ ആയാലും കാണാൻ നല്ല ഭംഗി വരും. പിന്നെ ഇതിൻ്റെ ഒരു USB ചാർജിങ് സോക്കറ്റും കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയതാണ്. ഇതാ ഈ ഒരു സൈഡിൽ നമുക്ക് ചാർജിങ് സോക്കറ്റ് അവൈലബിൾ ആണ്. അതായത് ജസ്റ്റ് ഒരു ചെറിയ ലോക്ക് പോലെയാണ്, ഇച്ചിരി കട്ടിയാണ് അത് ഓപ്പൺ ചെയ്യാൻ. ചെറിയൊരു ഇതാ ഈ ഒരു രീതിയിലുള്ള ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ അത് നമ്മൾ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാം. എഞ്ചിൻ്റെ കാര്യം പഴയ പൾസറിൻ്റെ നോക്കുമ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു പുതിയ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെയിം ആ ഒരു DTSI ടെക്നോളജി ഡ്യുവൽ സ്പാർക്ക് പ്ലഗ് ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഒന്ന് ഈ സൈഡിലും മറ്റൊന്ന് ഒരു ഇപ്പറേ സൈഡിലുമാണ് വരുന്നത്. 125 വരുമ്പോൾ നമുക്ക് സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് വരുന്നത്. എന്നാൽ 150 വരുമ്പോൾ നമുക്ക് ഡ്യുവൽ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു DTSIയുടെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഓൺലി ബജാജിന് മാത്രമുള്ളൊരു എംബ്ലം മാത്രമാണ് ഈ ഒരു എഞ്ചിന് മുകളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫുള്ളി ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് ഒരു എഞ്ചിനായാലും എക്സോസ്റ്റ് മുകളിലുള്ള ഈ ഒരു കവറിങ് ആയാലും എല്ലാം ഒരു ബ്ലാക്കിലാണ് വരുന്നത്. നേരത്തെ ഒരു ക്രോമിയം ഫിനിഷിലായിരുന്നു ആ ഒരു പോർഷനൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അണ്ടർ ബെല്ലിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റ് കവറായിട്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ലുക്കും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ചെളി ആ ഒരു എഞ്ചിൻ്റെ അടിഭാഗത്തേക്ക് തെറിക്കാതെ അത് കവർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊന്നും തന്നെ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിയൊന്നും തട്ടുന്നൊരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷങ്ങളെന്ന് പറയുമ്പോൾ. പിന്നെ ഈ ഒരു പൾസറിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് വരുന്ന ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റാണ്. അത് ഒരുപാട് പൾസർ റിവ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ ഒരു പൾസർ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 180. അപ്പോൾ അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരു കാര്യം ആ ഒരു ചെയിനും സ്പ്രോക്കറ്റുമാണ്. പ്രോപ്പർ അത് കറക്റ്റായ ടൈമിൽ ടൈറ്റ് ചെയ്ത് ആ ഒരു ലൂബും കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലീനായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാം. പക്ഷേ എന്നിരുന്നാലും
ഞാനൊരു ഫസ്റ്റ് സർവീസിന് പോയപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ഒരു 1000 കിലോമീറ്റർ തന്നെ നല്ല രീതിയിൽ അറിയാനുണ്ടായിരുന്നു. സർവീസ് കഴിഞ്ഞ് ഇറക്കിയപ്പോൾ ചെയിൻ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഓടിച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ചെയിനിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പൾസർ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വണ്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന്. നമ്മൾ വണ്ടി എത്രയും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ഓടിക്കുന്നു അത്രത്തോളം അതിൻ്റെ ഒരു ലൈഫ് കൂടുതൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ റൈഡറിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫർട്ടുണ്ട്, നല്ല കുഷ്യനായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളാണ്. പില്ലിൻ്റെ ഒരു കാര്യമാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഇതായിട്ട് തോന്നുന്നത്. അത് എൻ്റെ ഫാദറിനെ കൊണ്ടൊക്കെ ഞാൻ പോകുമ്പോൾ അച്ഛനെ ഇറക്കി പറയും ഇതിൻ്റെ ബാക്ക് സീറ്റ് അത്ര സുഖമില്ല. കാരണം നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ബാക്ക് സീറ്റിൽ തന്നെ. അതിൻ്റെ ഗ്രാബ് ഹാൻഡിലായാലും നമുക്കിത് ഇൻവേർട്ടായിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്, പുറകെ പിടിച്ചിരിക്കാനുള്ളൊരു സാധനമില്ല. നമ്മൾ ജസ്റ്റ് എടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ള ജെർക്കിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പില്ലിൽ ഇരിക്കുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സാരി കാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ലേഡീസിനുള്ള ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പോർഷനിലില്ല. ജസ്റ്റ് ഒരു പില്ലിയൻ ഫുഡ് റെസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു പോർഷനാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് അത്രത്തോളം തോന്നിയില്ല. കാരണം എന്താ ഈ ഒരു റബ്ബറിൻ്റെ ഒക്കെ ആയാലും നല്ലൊരു തന്നെ ഒരു ലോ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കസിൻ്റെ പൾസർ ആയാലും അവൻ്റെ ആയാലും ഈ ഒരു ഫുഡ് പെഗ് പെട്ടെന്ന് തന്നെയാണ് പോയത്. ആ ഒരു റബ്ബറിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അതിന് ഊരിപ്പോവും. എന്നിരുന്നാലും ആ ഒരു ഫുഡ് പെഗിൻ്റെ കാര്യം എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നി, ലോ ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാങ്ക് ആയാലും ഈ ഒരു പോർഷനൊക്കെ തന്നെ ആയാലും നല്ല ഇതുള്ളൊരു ഇത് ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ ഒരു സെൻറ്ററിലെ ഈ ഒരു കാർബൺ ഫൈബർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ്. ഒരു ഡിപ്പ് ചെയ്തിറക്കിയ രീതിയിലുള്ള കാർബൺ ഫൈബർ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൽ എന്നുള്ള ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അതായത് 180 വരുമ്പോൾ നമുക്കറിയാം അതിൽ നമുക്ക് കിക്ക് സ്റ്റാർട്ട് അവൈലബിൾ അല്ല. 150 വരുമ്പോൾ ഇപ്പോൾ അത് 180 കൺവേർട്ട് ആയിട്ടുണ്ട്. ഒരു ട്വിൻ ഡിസ്ക് എന്ന് പറയുന്ന ഒരു മോഡൽ. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആ ഒരു 180 സ്റ്റേബിൾ തന്നെയാണ് ഇപ്പം നിലവിൽ 150 ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കിക്ക് സ്റ്റാർട്ടും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് മെയിൻ വഴി ഞാൻ കുറച്ചുകൂടെ എടുക്കാമായിരുന്നു. അതായത് നാട്ടിൽ പോയിട്ടൊക്കെ ഏകദേശം 1 മാസത്തേക്ക് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ കുറച്ച് പണി കിട്ടുമെന്നായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാനിപ്പോൾ വന്നിട്ടായാലും സ്റ്റാർട്ടിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കാര്യമായാലും ഫ്ലെക്സിബിളായിട്ടുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളുമാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. വേറെ കാര്യങ്ങളൊന്നും തന്നെ എനിക്കിതിൽ പ്രശ്നമായിട്ട് തോന്നിയില്ല. ജസ്റ്റ് എനിക്ക് തോന്നിയ 1-2 കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ചെയിൻ പെട്ടെന്ന് ലൂസ് ആവുന്നതായിട്ടൊരു ഇത് തോന്നി. പിന്നെ നമ്മുടെ ഇതും ഹെഡ് ലാമ്പിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ആവറേജും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലെനിക്ക് തോന്നിയ ഒരു ചെറിയ പോരായ്മ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. കാരണം നമുക്കിതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് കുറവാണ്. അത് നമ്മൾ നോർമൽ ആക്റ്റീവ് ഓടിക്കുമ്പോഴും ഇപ്പോൾ തന്നെ നാട്ടിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഓടിക്കുമ്പോഴായാലും ജസ്റ്റ് നമ്മൾ ഇച്ചിലൂടെ കുറച്ചുകൂടി ഇങ്ങോട്ട് ചരിഞ്ഞിട്ട് അത് ഒറ്റ റൗണ്ടിൽ നമുക്ക് തിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് കുറവാണ്. അത് ജസ്റ്റ് ഇത്രയും മാത്രമേ ചരിയുള്ളൂ. ഇതിനിപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് തട്ടും. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നി. നമ്മൾ ഈ ചെറിയ ഇടവഴി കൂടെ ഒക്കെ തിരിക്കുമ്പോഴാണ് അത് കൂടുതലും ഫീൽ ചെയ്യുന്നത്. ആ ഒരു കാര്യം മാത്രം എടുത്ത് പറയേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാവരും പേഴ്സണലി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട് സർക്കിളിലായാലും ഈ ഒരു പുതിയ ഗ്രാഫിക്സും കാര്യങ്ങളും ആ ഒരു 150 എന്നൊക്കെ എഴുതിയ ഗ്രാഫിക്സും കാര്യം കാണാൻ നല്ല ഭംഗിയുണ്ട്, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് എനിക്ക് ഇതുവരെയുള്ള യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സർവീസ് ഞാൻ പറഞ്ഞു 700 രൂപ എനിക്ക് ചിലവ് വന്നു. ജസ്റ്റ് ആ ഒരു എഞ്ചിനീയറിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ ഇതെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ക്ലോക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും പറഞ്ഞുതരാം. അതും കുറച്ച് പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ്, നമ്മൾ ക്ലോക്ക് ഇതിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതാ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് എഞ്ചിൻ ഓഫ് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം. ഇനി ഇതാ ഈ ഒരു മോഡ് സ്വിച്ച് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എൻ്റർ സെറ്റിങ്സ് വരും നമ്മളിത് ലോങ് പ്രസ് ചെയ്യണം. ഇതാ ഇപ്പം ബ്ലൂടൂത്തിൻ്റെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഇപ്പോൾ ഓഫ് ആക്കിയാണ് ഇട്ടിട്ടുള്ളത്, ഫോണുമായിട്ട് കണക്റ്റഡ് അല്ല. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഫോൺ വരുന്നതും അതുപോലെ നോട്ടിഫിക്കേഷനും മെസ്സേജുകളും കാര്യങ്ങളും ഈ ഒരു പോർഷൻ നമുക്ക് അറിയാം. ഫോണിലെ ബാറ്ററിയും കാര്യങ്ങളും ഈ ഒരു ടോപ്പ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി അവിടെ തന്നെ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ അത് ബാക്കായി പോയി. സെറ്റിങ്സ് നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് ഇതാ ഇപ്പം ബ്ലൂടൂത്തിൻ്റെ വന്നു. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റ് ക്ലോക്ക് വരും. ജസ്റ്റ് അതൊന്ന് ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതാ ഇപ്പം ടൈമിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പം ടൈം ഏകദേശം 6:19 ആയിട്ടുണ്ട്. 6 എന്നുള്ള കറക്റ്റാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊന്നുകൂടെ ഇനി വരണം 6ലേക്ക്. 6 നമ്മൾ ലോങ് പ്രസ് ചെയ്യണം. ഈ ഒരു എം ബട്ടണിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കൺട്രോളിങ് വരുന്നത്. 31 എന്നുള്ള ആദ്യം ഓരോരോന്ന് വെച്ച് മാറ്റണം. നമുക്കത് 6:20 ആക്കിയിടാം. 0 ആയി. ഇനി ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പം ആ ഒരു 3ലേക്ക് വരും. ഇനി അത് നമുക്ക് 2ലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ 6:20 PM ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് AM PM സെലക്ട് ചെയ്യണം. PM തന്നെയാണ് ഇപ്പം. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ലോങ് പ്രസ് തന്നെ സെലക്ട് ചെയ്ത് ഇപ്പോൾ ക്ലോക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ ഡിസ്റ്റൻസ് ടു സർവീസാണ് ഈ ഒരു കാണിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. അതിനി അടുത്ത സർവീസിന് വരുന്നത് 3083 കിലോമീറ്റർ കഴിഞ്ഞാണ്. ജസ്റ്റ് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ പിന്നെ സെറ്റിങ്സിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ക്ലോക്ക് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പക്ഷേ നമുക്ക് ടൈം അറിയാം.
സൈഡ് സ്റ്റാൻഡിൻ്റെ വാർണിങ്ങും കാര്യങ്ങളും, ABSൻ്റെ കാര്യങ്ങളും, ABSും ബാറ്ററിയുടെയൊക്കെ വാർണിംഗ് ഈ ഒരു സൈഡിലായിട്ടാണ്. ഈ ഒരു സ്ഥലം നമുക്ക് ഗിയറിൻ്റെ വാർണിംഗ് ആണ്, ന്യൂട്രൽ കാണാം. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ മുകളിലായിട്ടാണ്. ഇൻഡിക്കേറ്റർ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു ഹോണാണ്. അതായത് പൾസറിൻ്റെ ഒരു സിഗ്നേച്ചർ ഹോണാണ്. ഈ ഒരു ഡ്യുവൽ ഹോണാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. എഞ്ചിൻ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. എഞ്ചിൻ നോട്ട് ഞാൻ കേൾപ്പിച്ചായിരുന്നു. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിൻ നോട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ. പൾസർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതിൻ്റെ ഒരു എഞ്ചിൻ എക്സോസ്റ്റ് സൗണ്ടും അതേപോലെ തന്നെ ഒരു പൾസറിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു എഞ്ചിൻ നോയ്സും. അതൊരു പ്രത്യേക സൗണ്ടാണ്. നോർമൽ ബൈക്കിൻ്റെ സൗണ്ടല്ല പൾസറിനുള്ളത്. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളൊരു 3000 RPM വരെ ഒരു നോർമൽ സൗണ്ട്. ഒരു 3000 കഴിഞ്ഞുള്ള ഒരു RPM നമ്മൾ കുറച്ചുകൂടെ കൈ കൊടുക്കുമ്പോൾ ഈ എക്സോസ്റ്റ് നോട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ടാണ് അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ആളൊരു വട്ടം എൻ്റെ ബൈക്ക് ഓടിച്ചപ്പോഴും നമ്മൾ കുറച്ച് ദൂരെ പോയായിരുന്നു. അന്നേരം ഇതുപോലെ നോർമൽ സ്പീഡിൽ പോയിട്ട് അവൻ കൈ കൊടുത്തപ്പോൾ എക്സോസ്റ്റിന് വേറെ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചു ഇതിൻ്റെ എക്സോസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ചേഞ്ച് ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചേഞ്ച് ചെയ്തല്ല, ഇതിന് ആക്ച്വലി 2 സൗണ്ടുണ്ട്. അതായത് നമ്മൾ നോർമൽ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഒരു സൗണ്ടും കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ വേറൊരു സൗണ്ട്, കുറച്ചുകൂടി ഒരു ലൗഡായിട്ടുള്ള ഒരു ബേസിക് സൗണ്ടാണ് ഈ ഒരു എക്സോസ്റ്റിൻ്റെ. അതെനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അതിൽ തന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഏകദേശം 5 മാസമായി ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നു. അപ്പം ഞാനിത് ഡെയിലി യൂസാണ്. അതായത് ഞാൻ ജോലിക്ക് പോകാനും വരാനും മാത്രമാണ് ഞാൻ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം ദൂരയാത്രകളും കാര്യങ്ങളും നമ്മൾ കൂടുതൽ ഹിമാചലൊക്കെയാണ് പോകുന്നത്, നമ്മൾ കൂടുതലും കാറിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി പോയി വരാനുള്ള ഒരു ഡെയിലി കമ്പ്യൂട്ടറാണ് ഞാൻ ഈ ഒരു വാഹനം എടുത്തുള്ളത്. അപ്പോൾ അതും കുറച്ച് പേർക്ക് സംശയമുണ്ട്. ഡെയിലി കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവറേജും കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഏകദേശം 45 തൊട്ട് 55 വരെയാണ് ഇതിനൊരു ആവറേജ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഈസിലി കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇച്ചിരി നമുക്ക് വേറെ വണ്ടികൾ ഒരുപാട് നമുക്ക് ധാരാളം ഇപ്പം അവൈലബിൾ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ ഇതിനേക്കാളും നല്ല വണ്ടികൾ ഇനിയും ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് സ്റ്റിൽ ഈ ഒരു 2025 എനിക്ക് പുതുപുത്തൻ പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം അതിനിപ്പോഴും ഡിമാൻഡുണ്ട്. അതുപോലെ തന്നെ അതിന് ഇഷ്ടപ്പെടാൻ കുറേ ആളുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളൊരു പൾസർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ എന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു പൾസർ എന്തിനാണ് എടുക്കുന്നത്, അത് പഴയ വണ്ടിയാണ്, അതെടുത്തിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ ഇങ്ങനെ പുതിയതാണോ പഴയതാണോ ആർക്കും അറിയത്തുപോലുമില്ലെന്ന് പറഞ്ഞു. സ്റ്റിൽ അത് എൻ്റെ ഒരു ഇതിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൾസറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പുതിയ വണ്ടികളുണ്ട്, പുതിയ ഫീച്ചറുകൾ വരുന്ന ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കണേ അങ്ങനെ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും ഇപ്പം നാട്ടിൽ GSTയുടെ മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇതിൻ്റെ റേറ്റ് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ടാവും. ഞാനെടുത്ത സമയത്ത് എനിക്ക് ഇവിടെ പഞ്ചാബിൽ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വന്നത് 140 ആയിരുന്നു. പക്ഷേ നാട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു 10-15,000 രൂപ കൂടുതലായിരിക്കും RTOയിൽ വരുന്ന ചാർജ് എന്ന് പറയും. ഇപ്പോൾ അത് കുറച്ചുകൂടെ മാറിക്കാണും. അപ്പം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് അറിയാൻ താല്പര്യമുള്ള ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അവിടെ നമുക്ക് ചോദിച്ചിട്ട് എക്സാക്റ്റുള്ള ഓൺ റോഡ് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.